Assalamualaikum, welcome back to my channel. അപ്പോൾ ഈസി ആയിട്ട് പഴം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക എല്ലാവരും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചു കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴം നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടണം. ഞാൻ ഒരുപാട് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്ത് ഇട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കണം. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഓയിലിന് പകരമായിട്ട് ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു പാൻ ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ കുക്കറിലാണ് ഇന്ന് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓവനും കാര്യങ്ങളും ഒന്നുമില്ല, കുക്കറിലാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ മിക്സിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര അത്യാവശ്യം നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പഴത്തിലും മധുരം ഉണ്ടാവും, ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പഞ്ചസാര അലിഞ്ഞ് വരുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ കുറച്ചധികം നേരം തന്നെ ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഫ്ലോർ എടുത്തിട്ടുള്ളത് വീറ്റ് ഫ്ലോർ ആണ് കേട്ടോ. വീറ്റ് ഫ്ലോർ നമ്മൾ പാകത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോകട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇട്ടിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു വലിയ സ്പൂണിൽ 1 സ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടും. നിങ്ങൾക്ക് നല്ല കളറുള്ള രീതിയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഉണ്ടാകുമ്പോഴേ ഉള്ളൂ നമ്മുടെ കേക്കിന് ഒരു പെർഫെക്ഷൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയും കുറച്ച് ഞാൻ എടുത്തിട്ട് പീസാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഓരോ പീസിലും നമുക്കത് കടിക്കാൻ കിട്ടും. അതിനാണ് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും അടിപൊളിയായിട്ടുണ്ടാവും കേക്ക്. നമ്മൾ പഴം ചേർത്തുകൊണ്ട് അതിന് പഴത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്നുണ്ട്. ഉംറ ട്രാവലിൻ്റെ വ്ളോഗ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണാം. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നമുക്ക് കുക്കറിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം മുമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചോക്ലേറ്റും കൂടി ഇതിന് മേലെ ഒന്ന് വിതറി കൊടുക്കുക. ഉള്ളിലും ഉണ്ട്, പിന്നെ മേലെയും കുറച്ച് വിതറി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വിസിലിടണ്ട. നമുക്കതിന് പകരം അതിൻ്റെ മേലെ എന്തെങ്കിലും അടച്ച് വെച്ചാൽ മതി. ഞാനിപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ സംഭവമല്ലേ, അതതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേക്ക് നമുക്ക് കറക്റ്റ് ടൈമിങ്ങിനനുസരിച്ച് വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ആയിട്ടുള്ളത് 35 മിനിറ്റ്സ്, കറക്റ്റ് 35 മിനിറ്റ്സ് ആയപ്പോൾ എനിക്ക് കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അർജൻറ്റ് കുട്ടിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ആയിട്ടില്ല. പിന്നെ ഇത് വെന്ത സമയത്ത് ഞാനിതുപോലെ ഒരു കോല് വെച്ച് കുത്തി കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് ഒന്നും അതിലൊട്ടി പിടിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തണുക്കാനൊന്നും കാത്തു നിന്നിട്ടില്ല. എന്ന് വെച്ചാൽ ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ നിൽക്കുന്ന ടൈമാണ്. അതുകൊണ്ട് ഞാൻ തണുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം തന്നെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ കണ്ടില്ല, അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴത്തിൻ്റെ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും നമുക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ പഴം കൊണ്ട് ഇതുപോലെ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക.